ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വൻതോതിൽ കള്ളവോട്ടുകളും കൃത്രിമവും നടന്നുവെന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയുടെ സുതാര്യതയെക്കുറിച്ചും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വസ്തതയെക്കുറിച്ചുമുള്ള ചർച്ചകളെ വീണ്ടും സജീവമാക്കിയിരിക്കുകയാണ്. ഒരു സംസ്ഥാനം തട്ടിയെടുത്ത കഥയാണിതെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനം ബി കോൺഗ്രസ് രാഷ്ട്രീയ പോരാട്ടത്തിന് പുതിയ മാനം നൽകി. ഈ ഗുരുതരമായ ആരോപണങ്ങൾക്കെതിരെ ഹരിയാന മുഖ്യമന്ത്രി നായബ് സിംഗ് സേനി ഉൾപ്പെടെയുള്ള ബി നേതൃത്വം ശക്തമായി പ്രതികരിക്കുകയും ഇത് കേവലം നുണപ്രചാരണവും കലാപത്തിനുള്ള ശ്രമവുമാണെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ വാദപ്രതിവാദങ്ങൾക്കിടയിലും രാഹുൽ ഗാന്ധി പേരെടുത്ത് പറഞ്ഞ സ്വീറ്റി എന്ന വോട്ടർ യഥാർത്ഥത്തിൽ നിലവിലുണ്ടെന്നും എന്നാൽ വോട്ടർ പട്ടികയിലെ അവരുടെ ചിത്രം ഒരു ബ്രസീലിയൻ മോഡലിന്റേതായിരുന്നു എന്നുമുള്ള റിപ്പോർട്ട് ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയാൻ സാധിക്കില്ല എന്ന വസ്തുതയിലേക്കും വിരൽ ചൂണ്ടുന്നു. ഹരിയാനയിലെ തിരഞ്ഞെടുപ്പ് ഫലം മാധ്യമങ്ങളുടെ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പോലും അട്ടിമറിച്ചുവെന്നും പോസ്റ്റൽ വോട്ടുകളിൽ കോൺഗ്രസിന് അനുകൂലമായിരുന്ന മുൻതൂക്കം അന്തിമ ഫലത്തിൽ ഇല്ലാതാക്കാൻ കൃത്രിമം നടന്നുവെന്നുമാണ് രാഹുൽ ഗാന്ധിയുടെ പ്രധാന വാദം. അദ്ദേഹം രേഖകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് എണ്ണമിട്ട് പറഞ്ഞ ആരോപണങ്ങൾ അതീവ ഗുരുതരമായിരുന്നു. ഹരിയാനയിൽ മൊത്തം 25 ലക്ഷം കള്ളവോട്ടുകൾ രേഖപ്പെടുത്തി. 5.21 ലക്ഷം ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ പട്ടികയിലുണ്ടായിരുന്നു.